ഒരു ചായ ഇടാൻ പോലും പല സാധനങ്ങളും വേണമെന്ന് മാതാജി ഇപ്പോൾ പറഞ്ഞിരുന്നില്ലേ? ഇതുപോലെ നമുക്കൊരു അവേക്കനിങ് വരാൻ വേണ്ടി ഒരു സ്റ്റേജ് അച്ചീവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചായ റെഡിയായി. ഈ സ്റ്റേജിൽ ടീ റെഡിയായി എന്ന് കുടിക്കാൻ പോകുന്നവർക്ക് അറിയാൻ പോകുന്നില്ല. സോ ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതുപോലെ മരണവും കണ്ണിൽ കാണില്ല. തയ്യാറായിരിക്കുന്നതോടൊപ്പം അവേക്കനിങ്ങും വരുന്നു. താങ്കൾ അപ്പോൾ എനിക്ക് ഓഗസ്റ്റിൽ ഡേറ്റ് തന്നിരുന്നു. അതുകൊണ്ട് ഓഗസ്റ്റിൽ ഡൽഹിയിലേക്ക് വരണം. അവിടെ വന്ന ശേഷം എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകാമെന്ന് പറഞ്ഞു. എനിക്ക് അവേക്കനിങ് ഉണ്ടാവണമെന്ന്. അപ്പോൾ എനിക്ക് ഉത്തരം നൽകാമെന്ന്. നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കണം. എനിക്ക് നിങ്ങളെ തടയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ തരാം. അതല്ല നിങ്ങളുടെ മാതാജി ഞാൻ പറഞ്ഞത്. കൂടപ്പിറപ്പുകൾ നിങ്ങളെ സ്നേഹിക്കാൻ തയ്യാറാണല്ലോ. മരണത്തിന്റെ ഭയം ആർക്കാണ് വരുന്നതെന്നെ പറ്റി പറഞ്ഞില്ലേ? അതിനൊരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ താങ്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത ക്ഷണത്തിൽ എനിക്ക് സംസാരിക്കാനാവുമെന്ന് അറിയുന്നില്ല. എനിക്ക് അതിനെക്കുറിച്ച് തീർച്ചയായും അറിയില്ല. അത് സത്യം എൻ്റെ തന്നെയാണ്. മനസ്സിൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നൊരു താല്പര്യമുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന സമയം കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ എൻ്റെ വിധി കൊണ്ടത് കിട്ടാതെ പോകുമോ എന്നറിയില്ല. അതാണ് വിധി. നിങ്ങൾക്ക് ഒരു ദിവസം ക്ഷമിക്കാൻ കഴിയാതെ പോയാലും അത് വിധിയാണ്. ഇതിൽ എന്റെ കർമ്മദോഷം ചെയ്ത കുറ്റം എന്താണ്? ഞാനത് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഞാൻ കമ്മിറ്റ് ചെയ്തു, അതിനായി ഞാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ടും എനിക്കത് കിട്ടുന്നില്ല. ആഗ്രഹിച്ച അടുത്ത ജന്മത്തിൽ കിട്ടും. ഞാൻ എന്തായിട്ടാണ് ജനിക്കുക? നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടും. സമാധാനമായിരിക്കും. അല്ല, സാരമില്ല. താങ്കൾ ഇതിന് ഉത്തരം പറയൂ. ആ, തീർച്ചയായും കിട്ടും. ഞാനല്ലേ പറയുന്നത്, തീർച്ചയായും കിട്ടും. ഡോണ്ട് വറി. നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഈ ലോകത്തിൽ നിന്ന് പോവില്ല. മാതാജി, എൻ്റെതൊരു സിമ്പിൾ ചോദ്യമാണ്. ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ശരീരം പോകുമ്പോൾ ആത്മാവും പോകുന്നു. പക്ഷെ ആത്മാവെന്നത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. ഏത് പോയിന്റിലാണ് ആത്മാവ് എക്സിസ്റ്റ് ആകുന്നത്? ഒരു മാതാവിൻ്റെ ഗർഭത്തിലാണോ, അതോ എഗ് ഫെർട്ടിലൈസ് ആകുമ്പോഴാണോ, അതോ ഹ്യൂമൻ ഫോമിൽ ആകുമ്പോഴാണോ, അല്ലെങ്കിൽ ആദ്യത്തെ മൂവ്മെന്റ് അറിയുമ്പോഴാണോ? ഇപ്പോഴാണ് അത് എക്സിസ്റ്റ് ആകുന്നത്. അതായത് ഈ ബോഡി പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് ഈ ആത്മാവ് തനിച്ചിരിക്കാൻ പോകുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ കോസൽ ബോഡിയും ഉണ്ടാവും, അതുപോലെ ഇലക്ട്രിക്കൽ ബോഡിയും ഉണ്ടാവും. ഘ്രാണ ശരീരം, തേജസ് ശരീരം, ആത്മാവ്, ഈ 3 വിഷയങ്ങൾ കൂടെ പോകുന്നു. ഇതിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആത്മാവ് തനിച്ചല്ല, അതുകൊണ്ട് ജീവൻ. ഇത് 3ഉം ഒരുമിച്ചായിരിക്കും. അത് പഴയ ബോഡിയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഒരു പോൾ ഇവിടെ തന്നെ ഉണ്ടാവും, വേറൊരു പോൾ മീറ്റിംഗ് പോയിന്റ് ഓഫ് ഓവം ആൻഡ് സ്പേം. ഇത് രണ്ടും ചേരുമ്പോൾ അതേ സമയത്തിൽ വളരെ കറക്റ്റായിട്ട് അതിൻ്റെ എൻട്രി ആവുന്നു. കാരണം കുറച്ച് സമയം വ്യത്യാസം ഉണ്ടായാൽ പോലും ഫെർട്ടിലൈസേഷൻ ഉണ്ടാവില്ല. എന്തെന്നാൽ ഒരു സ്പേമിന്റെ ലൈഫ് വളരെ കുറവാണ്. ഇത് ജീവിക്കുമ്പോൾ തന്നെ നടക്കണം. ഇത് എൻട്രി ആവുന്നു ആത്മാവ്. ഇത് പിന്നീട് ഫൗണ്ടേഷൻ ഫോമിലാവുന്നു. കൂടെ എംബ്രയോ ഫോം ആകുന്നു. എംബ്രയോയുടെ ഫോർമേഷനും ഇതേ സമയത്തിൽ തന്നെ തുടങ്ങുന്നു. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ എൻട്രി. ഈ സമയത്താണ് ആത്മാവിന്റെ എൻട്രി ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് അതായത് ആത്മാവിന്റെ പ്രസൻസ് ഇല്ലാതെ ഒരു സാധനവും വളരാൻ പോകുന്നില്ല. എവിടെയൊക്കെയാണ് വളർച്ചയുള്ളത്, സെൻസേഷൻ ഉള്ളത്, ഫീലിംഗ് ഉള്ളത്, അവിടെയെല്ലാം ആത്മാവിന്റെ പ്രസൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? നല്ല ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. യു ക്യാൻ ആസ്ക് എനി മോർ ക്വസ്റ്റ്യൻസ്. അല്പം മുമ്പ് ഒരു കുട്ടി ചോദിച്ച ചോദ്യത്തെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് ആരും മരണത്തെ ഭയപ്പെടുന്നില്ല എന്ന്. ഐ മീൻ, ആരും മരണത്തെ കണ്ടാൽ പേടിക്കാറില്ല, ആരും പേടിക്കുന്നില്ല. ആക്ച്വലി അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കൂട്ടുകാരിയുണ്ട്. അവളെപ്പറ്റി ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. അവൾ എപ്പോഴും എന്നോട് പറയും, ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ രാവിലെ കിടക്കയിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞ ശേഷം അവൾ കരുതും, മരണം എപ്പോൾ വേണമെങ്കിലും എനിക്ക് സംഭവിക്കാം എന്ന് ഓർത്തുകൊണ്ടിരിക്കും അത്രേ. ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറണം, ഇന്ന് എന്തൊക്കെ ജോലികളുണ്ടോ അതൊക്കെ ചെയ്ത് നാളേക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കില്ല എന്ന്. ഇന്ന് എനിക്ക് ചെയ്യാൻ തന്നിരിക്കുന്ന ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷമേ എനിക്ക് തൃപ്തിയാവൂ എന്നവൾ കരുതുന്നു. ഇന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്തിരിക്കുന്നു, ഇന്ന് ഞാൻ ആരോടും വഴക്കിട്ടിട്ടില്ല,
അതുകൊണ്ട് മനസ്സിന് വളരെ സമാധാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് മരണത്തെ പേടിയില്ല. ആരെയും മനസ്സുകൊണ്ട് കഷ്ടപ്പെടുത്തുന്നില്ല. അതേമാതിരി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യുന്നില്ല. തെറ്റ് ചെയ്താൽ നാളെ ഞാൻ വേദനിക്കേണ്ടി വരും. നാളെ അതിനെക്കുറിച്ച് ഞാൻ മനസ്താപപ്പെടേണ്ടി വരും. ആം, ആം, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതേ ചിന്ത എല്ലാവർക്കും ഉണ്ടായാൽ ആരും മരണത്തെ കണ്ട് ഭയപ്പെടില്ല. വളരെ നല്ലത്, വളരെ നല്ലത്. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. 1968 എനിക്ക് ജ്ഞാനദീക്ഷ ലഭിച്ചു. ആത്മാവിന് വേണ്ടി ദാതയാണ് തന്നത്. അത് 2 മണിക്കൂർ കൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസിലാണ് എനിക്ക് ജ്ഞാനം കിട്ടിയത്. അതിനു മുൻപ് എനിക്ക് ഈ ധാർമ്മിക കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. മണ്ടത്തരമാണെന്ന് കരുതി. അതിനു മുൻപ് ഞാൻ ആത്മാവ് എന്ന വാക്ക് കേട്ടിട്ടേയില്ല. പക്ഷേ ദാദാജിയെ പറ്റി ഇങ്ങനെ ഒരു ജ്ഞാനി ഉണ്ട് എന്ന് എൻ്റെ ബ്രദർ പറഞ്ഞാണ് അറിഞ്ഞത്. ആ ജ്ഞാനി 2 മണിക്കൂർ കൊണ്ട് ആത്മാവിന്റെ അനുഭവത്തെ ഉണ്ടാക്കി തരുമത്രേ, ജ്ഞാനം ഉണ്ടാക്കി തരുന്നു. ആത്മാവ്, മനസ്സ്, ചിത്തം, വാക്ക് ഇവയെല്ലാം വെവ്വേറെയാണ്. ഈ ചിന്ത എപ്പോഴും അനുഭവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലോകത്തിലുള്ള സുഖദുഃഖങ്ങൾ നമ്മെ സ്പർശിക്കില്ല. എനിക്കിതിന് ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്ന് തോന്നി. ഈ ജ്ഞാനത്തെ ആദ്യം പ്രാപ്തമാക്കണം. രണ്ടാമതായി ഞാൻ മെഡിക്കൽ അവസാന വർഷം പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ജ്ഞാനത്തിന് വേണ്ടി അദ്ദേഹത്തെ കാണാൻ പോയത്. ബ്രദേഴ്സും അച്ഛനും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ജ്ഞാനദീക്ഷ വാങ്ങിയ ശേഷം 2.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ, ഞാൻ പുറത്ത് കാലടി എടുത്തു വെച്ച് ആ മുറിയിൽ നിന്ന് പുറത്തു വന്നു. അപ്പോഴേ എനിക്ക് ഞാൻ വേറെയാണ്, ഞാൻ ശുദ്ധാത്മാവാണ് എന്ന നോൺ സ്റ്റോപ്പ് അവയർനെസ് ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് വേറെ ഇല്ലായിരുന്നു. അത് വർണ്ണിക്കാനേ സാധിക്കില്ല. അപ്പോൾ എനിക്ക് എന്താണ് തോന്നിയതെന്നോ, ഇപ്പോൾ ഈ അവയർനെസ് എൻ്റെ ഓരോ ശ്വാസത്തിലും ഉണ്ടായിരിക്കണം. എപ്പോഴാണ് ഈ ശ്വാസം നിൽക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഈ അവയർനെസ് ഉണ്ടാവും എന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഈ അവയർനെസ് ഇല്ലെങ്കിൽ ശ്വാസവും ഉണ്ടാവില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ എല്ലാം നഷ്ടപ്പെട്ടിരിക്കേണ്ടി വരും. ഈ അവയർനെസ്സോടെയും ഈ സന്തോഷത്തോടെയും എനിക്ക് മരണം ഉണ്ടാവണമെന്ന് മനസ്സാലെ ചിന്തിച്ചു. അതുകൊണ്ട് ഈ ചിന്ത എൻ്റെ ഓരോ ശ്വാസത്തിലും ഉണ്ടാകാൻ തുടങ്ങി. ഉറക്കത്തിലും ഞാൻ ശുദ്ധാത്മാവാണെന്ന ഒരു ചിന്ത. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റിംഗ് ജ്ഞാനദീക്ഷയ്ക്ക് ശേഷം ലഭിച്ചു. ആ ഒരു അവയർനെസ് ഈ നിമിഷം വരെ, ഞാൻ ശുദ്ധാത്മാവാണെന്ന അവയർനെസ് എന്നെ വിട്ട് ഇനിയും പോയിട്ടില്ല. പക്ഷേ ഞാൻ വേറെയാണ്, അത് വേറെ. പക്ഷേ എൻ്റെ അവയർനെസ് ഓരോ ശ്വാസത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ മരണത്തെപ്പറ്റി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവയർനെസ് അധികമാവും. ഏത് ശ്വാസത്തിലും എനിക്ക് മരണം സംഭവിച്ചേക്കാം. മാതാജി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കോൺട്രഡിക്ഷൻസിനെ പറ്റി പറഞ്ഞില്ലേ? ചിലരുടെ മനസ്സിൽ ധാരാളം കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അതായത്, ഇവിടെ ആരാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ചിലരുടെ ചിന്തകൾ വളരെ നന്നായിരിക്കും. അതായത്, അവർ സംസാരിക്കുമ്പോഴും കേൾക്കാൻ വളരെ നന്നായിരിക്കും. വളരെ നല്ല കാര്യമാണ് അവർ പറയുക. പക്ഷേ എന്തുകൊണ്ടാണാവോ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് അവർക്ക് പ്രായോഗികമാക്കാൻ സാധിക്കാതെ പോകുന്നു. സോ അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാൻ സാധിക്കുമോ? ഇതിന് നമ്മുടെ ശരീരം കാരണം കൊണ്ടല്ല, നമ്മുടെ അഹങ്കാരം കൊണ്ടുമല്ല. പിന്നെ എന്താണ് ഇതിന് കാരണം? നമുക്കിത് എന്താണെന്ന് നന്നായിട്ടറിയാം, എന്നിട്ടും അത് തന്നെയാണ് പറയുന്നത്. ദുര്യോധനൻ ശ്രീകൃഷ്ണ ഭഗവാനോടും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ജാനാമി ധർമ്മം നച്ചുമേ പ്രവൃത്തി, ജാനാമി മേ അധർമ്മം നച്ചുമേ നിവൃത്തി. എന്താണ് പറയുന്നത്? എനിക്ക് ധർമ്മത്തെ പറ്റി അറിയാം, എന്നാൽ ധർമ്മം പ്രവർത്തിക്കാൻ എനിക്ക് പറ്റില്ല, ധർമ്മം ഉണ്ടാക്കാൻ എനിക്ക് സാധ്യമല്ല. അധർമ്മത്തെ പറ്റിയും എനിക്ക് നന്നായി അറിയാം. പക്ഷെ അധർമ്മത്തെ കണ്ട് എന്നെ കൊണ്ട് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. അതിനെന്താണ് കാരണം? ഇത് തന്നെയാണ് പ്രശ്നം, നിങ്ങളുടെ പ്രശ്നവും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, ഇത് നിങ്ങളുടെ എഫക്റ്റാണ്. ഇത് നിങ്ങളുടെ ബർത്ത് ടു ഡെത്ത് എഫക്റ്റാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള അവയർനെസ് ഇല്ലേ, അതാണ് വളരെ പ്രധാനമായത്. ഈ അവയർനെസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നതിനെ അനുസരിച്ച് അതിൻ്റെ കണക്ക് പ്രകാരം നിങ്ങൾക്ക് പുതിയ കർമ്മഫലം ചാർജ് ആവുന്നു. നിങ്ങൾ 5 ലക്ഷം രൂപ ദാനം ചെയ്യുന്നു,
ഒരു നല്ല ഓർഗനൈസേഷന് നല്ല കാര്യത്തിനായി 5 ലക്ഷം രൂപ കൊടുക്കുന്നു. ആരോ നിങ്ങളെ സമീപിക്കുന്നു, അവർ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് 5 ലക്ഷം തരണം എന്ന് ചോദിച്ചു വാങ്ങുന്നു ഡൊണേഷനായിട്ട്. ശരി, പോയാ പോട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നു. ഒരു 5-6 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട് വന്ന് പറയും, സുഷമേ, നീ എന്തിനാ ഓർഗനൈസേഷനിലേക്ക് പണം ഡൊണേഷനായി കൊടുത്തത്? അവർ മഹാകള്ളന്മാരാ. അവിടെയുള്ള മെമ്പേഴ്സും ചെയർമാനും ഒക്കെ കള്ളന്മാരാ. ഉടനെ നിങ്ങൾ എന്ത് പറയും? അതെ അതെ, അവരെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, ആ ഓർഗനൈസേഷന്റെ ചെയർമാൻ ഉണ്ടല്ലോ, അദ്ദേഹം എൻ്റെ ബന്ധുവാ. എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധുവാണ് അദ്ദേഹം. അദ്ദേഹം ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ 5 പൈസ പോലും കൊടുക്കില്ലായിരുന്നു. മറ്റുള്ളവരൊക്കെ നിങ്ങൾ 5 ലക്ഷം കൊടുത്തതാണ് ഓർത്തുകൊണ്ടിരിക്കുക. പുറത്ത് നിങ്ങളുടെ പേരും പ്രശസ്തിയും നിങ്ങളെ തല ഉയർത്തി നിൽക്കാൻ ഇടയാക്കും. എല്ലാവരും ആഹാ, പുണ്യകർമ്മഫലം സമ്പാദിച്ചു എന്ന് പറയും. പക്ഷേ കർമ്മദോഷം അതുകൊണ്ടല്ല ഉണ്ടാവുന്നത്. ഡിസ്ചാർജ് കർമ്മഫലമാണ് അതോടെ അവസാനിക്കുന്നത്. നിങ്ങൾ കൊടുത്തു, മാറ്റർ ഫിനിഷ്ഡ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്ത എങ്ങനെയുള്ളതായിരുന്നു? പണം കൊടുത്തതിന്റെ പുറകിലുണ്ടായിരുന്ന ഇന്റൻഷൻ എന്തായിരുന്നു? അവർ ഫോഴ്സ് ചെയ്തതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്, ഇല്ലെങ്കിൽ തീർച്ചയായും കൊടുക്കില്ലായിരുന്നു. ഇത് നിങ്ങളുടെ ഉൾമനസ്സിലുണ്ടായിരുന്നു. ഇന്റൻഷൻ കാരണം കർമ്മഫലം ഉണ്ടാകുന്നു. അടുത്ത ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചാലും ഒറ്റ പൈസ പോലും ദാനമായി കൊടുക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? അതിന്റെ ഫലം എപ്പോഴാണ് ഉണ്ടാവുന്നത്? അപ്പോഴാണ് ദുഷിച്ച കർമ്മഫലം ഉണ്ടാവുക. ആ നിമിഷം നിങ്ങൾ എങ്ങനെയെങ്കിലും പണം കൊടുക്കണം എന്ന് കരുതും. പക്ഷെ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ കണക്ക് തീർക്കാൻ നിങ്ങൾ ഇപ്പോൾ പണം കൊടുക്കുന്നു. പക്ഷെ മനസ്സിൽ അത് കൊടുക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ ജന്മത്തിലെ കണക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത്, എന്തോ കാരണം കൊണ്ട്. സോ നിങ്ങളെ കൊണ്ട് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും കൺട്രോൾ ചെയ്യാനാവില്ല. കൺട്രോൾ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അതെങ്ങനെയാണ് വരുന്നതെന്നാൽ, നിങ്ങൾക്ക് എപ്പോഴാണ് അവേക്കനിങ് ഉണ്ടാവുന്നത്, അതായത് ആത്മാവ്, അപ്പോൾ നിങ്ങൾക്ക് ഈ അവയർനെസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ സംഭവിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ കണക്ക് അവസാനിച്ചിരിക്കുന്നു. ഇതിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഞാൻ ആത്മാവാണ്. ആത്മാവിന് പണം കൊടുക്കാനുമില്ല, വാങ്ങാനുമില്ല. ഇതെല്ലാം കഴിഞ്ഞ ജന്മത്തിലെ കണക്ക് പ്രകാരം ശരിയായി നടന്നിരിക്കുന്നു. ഉള്ളിൽ നിന്ന് കൊടുക്കണമെന്ന തോന്നൽ ഉണ്ടായാൽ കൊടുക്കൂ. മനസ്സിൽ വേണ്ടെന്ന് തോന്നിയാൽ കൊടുക്കരുത്. പക്ഷേ ഭാവനയെ നശിപ്പിക്കരുത്. കൊടുക്കണമെങ്കിൽ നല്ല ഭാവനയോടെ കൊടുക്കൂ. അതിനുശേഷം തെറ്റായി വിചാരിക്കാൻ പാടില്ല. കൊടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കും. കൊടുത്തതിന് ശേഷം നോ ചേഞ്ച്. നാം എന്ത് ചെയ്യുന്നു അത് നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നടക്കേണ്ടത് നടക്കട്ടെ. ഉള്ളിൽ അവർ കള്ളന്മാരാണ്, കൊടുക്കാൻ പാടില്ലെന്ന് തോന്നിയാൽ തീർച്ചയായും കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട്, അതായത് മനസ്സിനകത്ത് പണം കൊടുക്കരുതെന്ന് തോന്നിയിട്ടും കൊടുക്കേണ്ടി വന്നാൽ, ചിലപ്പോൾ നിങ്ങൾ മാനസികമായി കൊടുക്കാൻ ആഗ്രഹിച്ചാലും കൊടുക്കാൻ സാധിക്കാതെ പോയാൽ, ഞാനൊരു ഉദാഹരണം പറയാം, കേൾക്കൂ. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായാലും കൊടുക്കാനാവുന്നില്ല. അത് കഴിഞ്ഞ ജന്മത്തിന്റെ ഇപ്പോഴുള്ള പരിണാമ ഫലമായിരിക്കാം. ഇത് മനസ്സിലാക്കാനുള്ള സാമർഥ്യം, പുതിയ ജ്ഞാനം, ഈ പറഞ്ഞവയുടെയൊക്കെ ആധാരത്തിലാണ് പുതിയ കർമ്മഫലം ഉണ്ടാവുന്നത്. ഇവയിൽ നിങ്ങൾ ബന്ധിതരായിരിക്കുകയാണ്. ഇവയുടെ ആധാരത്തിലാണ് പുതിയ കർമ്മഫലം ഉണ്ടാവുന്നത്. രണ്ടും വെവ്വേറെ ആയിരിക്കുന്നതുകൊണ്ടാണ് ഈ സ്ഥിതി ഉണ്ടാവുന്നത്. ചെയ്യണമെന്ന് തോന്നിയാലും ചെയ്യാനാവുന്നില്ല, ചെയ്യരുത് എന്ന് കരുതിയാലും ചെയ്യേണ്ടി വരുന്നു. പറഞ്ഞത് മനസ്സിലായിരിക്കല്ലോ? മാതാജി, ശരി. മാതാജി പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം വേറെയായിരുന്നു. അതായത് അത് എനിക്ക് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ ചിലരുടെ ചിന്തകൾ വളരെ നല്ല ചിന്തകളായിരിക്കും. അവർ എന്തെങ്കിലുമൊക്കെ പറയും. താങ്കളും ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെയെങ്കിലും കൊന്നാൽ അത് പാവമാണ്, കൊല്ലുന്നത് കുറ്റമാണ്. പക്ഷേ ആക്ച്വലി അയാൾക്കറിയില്ല കൊലപാതകം കുറ്റമാണെന്ന് അയാൾ അറിയുന്നില്ല. ഈ ജ്ഞാനം അയാൾക്ക് ഇൻഫർമേഷൻ എന്ന തോതിലാണ് കിട്ടിയിരിക്കുന്നത്. അകത്തു നിന്നുണ്ടാവുന്ന എക്സ്പീരിയൻസോ റിയലൈസേഷനോ അല്ല. പക്ഷെ അയാൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കൊലപാതകം ചെയ്യുന്ന പാപമാണെന്നറിയാം, നുണ പറയുന്ന പക്ഷേ പാപമാണെന്നറിയാം. അയാൾക്ക് പക്ഷെ റിയലൈസേഷൻ ഇല്ല. പക്ഷെ അയാൾ അത് ചെയ്യുന്നില്ല. അയാളുടെ സംസാരം മാത്രമേ അതിന് അങ്ങനെയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട്.
ജസ്റ്റ് ഇന്റലക്ച്വലി, വെറുമൊരു ബാഹ്യമായ അറിവ് മാത്രമേ ഉള്ളൂ. റിയലൈസേഷൻ ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് അല്ല. നാം ആരെയും കൊല ചെയ്യില്ലെന്ന് തീരുമാനിക്കണം. അപ്പോഴേ അത് എഫക്റ്റ് ആവുകയുള്ളൂ, സ്റ്റോപ്പ് ആവും. ജസ്റ്റ് ഔട്ട്സൈഡ് ആയിരുന്നാൽ അതിന് എഫക്റ്റ് ഉണ്ടാവില്ല. എത്രയോ കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. നുണ പറയുന്നത് പാപമാണ്, മോഷണം ചെയ്യുന്നത് പാപമാണ്, പിടിച്ചു പറിയുന്നത് പാപമാണ്. അങ്ങനെ ഇരുന്നാലും അത് സംഭവിക്കുന്നു. ഈ കാര്യം എല്ലാവർക്കും അറിയാം. ഇതൊരു ഇൻഫർമേഷൻ ആണ്, റിയലൈസേഷൻ അല്ല. റിയലൈസേഷന് ശേഷവും ഒരുപക്ഷെ ഒരു കാര്യം നടക്കാതെ പോയേക്കാം. അതർവൈസ് തീർച്ചയായും നടന്നേ തീരൂ. ഇക്കാര്യം എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ശരി, പറഞ്ഞോളൂ. മാതാജി, നമ്മുടെ ധർമ്മത്തിൽ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്, പല റൂൾസും ഉണ്ട്. അതായത് മൺഡേ ഇത് ചെയ്യാൻ പാടില്ല, ട്യൂസ്ഡേ ഇത് ചെയ്യാൻ പാടില്ല, ഫ്രൈഡേ മീറ്റ് കഴിക്കരുത്, സാറ്റർഡേ ഇന്നത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പല റൂൾസും ഉണ്ട്. ഇതൊക്കെ നോക്കിയാൽ we have been following these instructions for the last few centuries and it has turned to be a tradition and nobody can give an accurate why we are following them. അതെന്താന്ന് വെച്ചാ, ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിനോടും ചോദിച്ചു. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് യു വാണ്ട് ടു സേ. Yeah, എന്താന്ന് വെച്ചാ, യു അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഓർ മലയാളം? both ബോത്ത്. okay. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വിധം മലയാളത്തിൽ പറയാം. ഇതെല്ലാം എന്താണ്? ഇത് വെറും വിശ്വാസമാണ്. ഇതെവിടെ നിന്നോ ഉണ്ടായതാണ്. അതെവിടെ നിന്നാണ് ആരംഭിച്ചത്, അതിന്റെ ഇന്റൻഷൻ എന്താണ് എന്ന് നമുക്കറിയില്ല. നമുക്കൊന്നും അറിയില്ല. എവിടെ നിന്നോ വന്നു. എവിടെയാണ് നടന്നത്? അത് അള്ളാഹുവിന്റെ എൽബോയിനെ പറ്റി പറഞ്ഞതുപോലെയാണ്. എവിടെയാണ് നടന്നത്? അതിന് ഒരു കഥയുണ്ട്. ഒരു എവിടെയാണ് നടന്നത്? അല്ല, ഇത് എവിടെയാണ് നടന്നത്? ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. മലയാളത്തിൽ എന്താ പറയാ? മലയാളത്തിൽ അതിനെന്താണ് പറയാ? ആ, കൈമുട്ട്. കൈമുട്ട് അല്ലേ? ഇത് കൈമുട്ടിനെ പറ്റിയുള്ള സംഭവമാണ്. ഒരു ദർഗയിൽ ധാരാളം ജനങ്ങൾ ഒരു ആഘോഷത്തിനായി ഒരു 5000-10,000 പേർ പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം നിറയെ ക്രിയകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇരിക്കണം, എഴുന്നേൽക്കണം, നമസ്കരിക്കണം, കുനിയണം, ഇങ്ങനെ പല ആക്ഷൻസ്. അപ്പോൾ നല്ല ഉയരമുള്ള, നല്ല ബലശാലിയായ, നല്ല തടിയനായ, ഉയരമുള്ള, ഹെഫ്റ്റിയായ ഒരു പണക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും എഴുന്നേൽക്കും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ ശരീരം വലുതായിരുന്നുകൊണ്ട് ഭയങ്കര ടയേർഡായി. അവിടെ ഉള്ളവരെല്ലാം അടുത്തടുത്തിരുന്നാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ കൂടുതൽ ടയേർഡായപ്പോൾ കൈ ഇങ്ങനെ ആക്കി. അപ്പോൾ അയാളുടെ കൈമുട്ട് അടുത്തിരിക്കുന്ന ആളുടെ മേലെ തട്ടി. അയാൾ വെറും എല്ലും തോലുമായി ഇതേ ഇങ്ങനെ ഇയാളെ പോലെയായിരുന്നു. അയാളുടെ മേൽ കൈമുട്ട് തട്ടി. അയാളുടെ ഓരോ കൈമുട്ടും 20 കിലോഗ്രാം ഉണ്ടായിരുന്നു. അയാളുടെ കൈ ശക്തിയായി തട്ടിയത് കൊണ്ട് ഈ മനുഷ്യന് എല്ല് പൊട്ടിയതുപോലെ വേദനിച്ചു. അയാൾ ഉടനെ വഴക്കിട്ടു. ഹേയ്, എന്താ ഇത്? എന്തിനാ കൈമുട്ട് കൊണ്ട് എന്നെ ഇടിച്ചത്? ഉടനെ പണക്കാരൻ പറഞ്ഞു അത്രേ, അയ്യോ, ഇയാൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് സംഭവം മൊത്തം മാറ്റി. അയ്യോ, അള്ളാഹുവിന്റെ അത്ഭുതങ്ങളാ ഇതൊക്കെ, സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, അള്ളാഹുവാ ഇടിച്ചത്. ഉടനെ അയാൾക്ക് തോന്നി, ഇന്ന് എത്ര നല്ല ദിവസമാണ്, അള്ളാഹുവിന്റെ കൈമുട്ടല്ലേ എന്റെ മേൽ തട്ടിയത്, ഞാൻ എന്തൊരു ഭാഗ്യവാനാ. അയാൾ ഉടനെ അടുത്തിരുന്ന ആളെ കൈമുട്ട് കൊണ്ട് ഒന്ന് ഇടിച്ചു. അടുത്തിരുന്നയാള് എന്നെ ആരാണ് ഇടിച്ചതെന്ന് ദേഷ്യത്തോടെ ചോദിച്ചു. ഉടനെ അയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ കൈമുട്ടാണ്, സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓ, എന്നാ ശരി. ഇങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 5000 പേർക്കും ഈ കൈമുട്ട് കൊണ്ടുള്ള ഇടി കിട്ടി. എവിടെ നിന്നാണ് അത് ആരംഭിച്ചത്, എങ്ങനെ ആരംഭിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇതുപോലെ തന്നെയാണ് എല്ലാം. നോബഡി നോസ് എന്താണ് അതിന് കാരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പറയുന്നത് രണ്ടാമത്തെ ആൾ വിശ്വസിക്കുന്നു. ആരെങ്കിലും തുടങ്ങി വെച്ചതാവും പഴയ കാലത്തെ മനുഷ്യര്. ഈ മുടി വെട്ടുന്നവരില്ലേ, ബാർബേഴ്സ്, ആഴ്ചയ്ക്ക് ഒരു ദിവസമെങ്കിലും അവർ കടയ്ക്ക് അവധി കൊടുക്കേണ്ടി വരില്ലേ? അവരുടെ അടുത്ത് ആരെങ്കിലും ചെന്ന് സാറ്റർഡേ മുടി വെട്ടരുത്, ഫ്രൈഡേ മുടി വെട്ടരുത് എന്ന് പറയും. ഇന്ത്യയിൽ സാറ്റർഡേ മുടി വെട്ടാറില്ല. ഇവിടെ ഫ്രൈഡേ മുടി വെട്ടാറില്ലെന്ന് തോന്നുന്നു. ഇവിടെ സാറ്റർഡേയും വെട്ടാം. പക്ഷേ ഗുജറാത്തിൽ സാറ്റർഡേ മുടി വെട്ടാറില്ല. ഗുജറാത്തിൽ സാറ്റർഡേ
നോർത്തിൽ മൺഡേ. കടക്കാരന് ഒരു ദിവസമെങ്കിലും ലീവ് വേണ്ടേ? അതിനവർ ഒരു ദിവസം എടുക്കും. അയാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ സൗകര്യാർത്ഥം ലീവ് എടുത്തത് അന്ന് മുടി വെട്ടാൻ പാടില്ലാത്തത് കൊണ്ടാവാം എന്ന് നാം കരുതുന്നു. ഒറിജിനൽ കാരണം എന്താണ്? കട മൂടിയിരിക്കുന്നു. അതാണ് കാരണം. ഒടുവിൽ അതെന്തായി? അതൊരു കണ്ടീഷനായി. അതിനുശേഷം ജനിച്ചവരെല്ലാം അള്ളാഹുവിന്റെ കൈമുട്ടിന്റെ കഥ. കൈമുട്ടുകൊണ്ട് ഇടിച്ചിടിച്ച് കഥ അവസാനിപ്പിച്ചു. എന്തോ ഭഗവാന്റെ കാരണം കൊണ്ടാണ് ബാർബർ മുടി വെട്ടാതിരിക്കുന്നത് എന്ന് നാം കരുതുന്നു. പക്ഷേ സംഭവം എന്താണ്? കടക്കാരൻ ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കുകയായിരുന്നു. ഞങ്ങളുടെ ഗുജറാത്തിൽ സാറ്റർഡേ കട തുറക്കാറില്ല. അന്നാരും മുടി വെട്ടാറില്ല. ഉടനെ സാറ്റർഡേ മുടി വെട്ടാൻ പാടില്ലെന്ന് എല്ലാവരും കരുതാൻ തുടങ്ങി. അതുകൊണ്ട് ബൈ ചാൻസ് കട തുറന്നാൽ പോലും ആരും മുടി വെട്ടാൻ പാടില്ലെന്ന് കരുതി തിരിച്ചു പോവും. ഹനുമാൻ ജയന്തിയാണ്, ഇന്ന് മുടി വെട്ടാൻ പാടില്ലെന്ന് ഉടനെ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും. ഇതിന് കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും. ജനങ്ങൾ വേറെ എന്തെങ്കിലും കാരണം കരുതും. Some persons think religion is in contrast to logic. അല്ല, there is logic. എന്നാൽ ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല. റിയൽ ലോജിക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എവിടെ നിന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. ഏതൊരു കാര്യത്തിനും എന്തെങ്കിലും ഒരു കാരണം തീർച്ചയായും ഉണ്ടാവാതിരിക്കില്ല. കറക്റ്റ് റീസൺ എന്താണെന്ന് അറിയാതെയാണ് എല്ലാവരും തലകീഴായി വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ലോജിക് ഇല്ല എന്ന് തോന്നുന്നത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, സാറ്റർഡേയിലും ഒരാൾ കട മൂടി വെക്കുന്നു. കടക്കാരൻ കട മൂടി വെക്കുന്നു. ഉടനെ അന്ന് മുടി വെട്ടാൻ പാടില്ല എന്നെല്ലാവരും കരുതുന്നു. വീട്ടിലുള്ളവരും ശനിയാഴ്ച മുടി വെട്ടാൻ പോവരുതെന്ന് കരുതുന്നു. അതുകൊണ്ട് കടയ്ക്ക് പോവരുതെന്ന് തടയുകയും ചെയ്യുന്നു. ഇന്ന് മുടി വെട്ടാൻ പാടില്ല. ഇങ്ങനെയാണ് ഇത് ട്വിസ്റ്റ് ആയത്. ഇന്റർപ്രിട്ടേഷൻ റോങ് ആവുന്നു എല്ലാ കാര്യങ്ങളിലും. ഈ ഈ ഈ കാര്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല. ഒരു പർട്ടിക്കുലർ മന്തിൽ 15 ദിവസം നമ്മുടെ പൂർവികന്മാർ മരിച്ചത് ആരൊക്കെയാണോ അവർക്ക് ഹു ഹാസ് ഡൈഡ് അവർക്ക് വേണ്ടി ശ്രാദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. 5 ദിവസം ശ്രാദ്ധമാണെന്ന് അവർ തീരുമാനിച്ചു. അപ്പോൾ മരിച്ചവർക്ക് ദിവസവും പായസം, ചോറ് എല്ലാം ഉണ്ടാക്കി വെക്കും. അത് കൊണ്ടുപോയി റൂഫിന്റെ മുകളിൽ വെക്കും. പലതരം പായസങ്ങളൊക്കെ ഉണ്ടാക്കും. എന്തിനാണിത് ചെയ്യുന്നത്? നമ്മുടെ അമ്മ, അച്ഛൻ, മുത്തശ്ശൻ, മുത്തശ്ശി എന്നിങ്ങനെ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ അവരെല്ലാം ആ പ്രത്യേക ദിവസം അവിടെ വന്ന് അവർ കാക്കകളായി വരും. എന്നിട്ട് ഇതെല്ലാം കഴിച്ച് മുക്തി പ്രാപിക്കും. അതാണ് വിശ്വാസം. പക്ഷേ നമ്മുടെ അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി ഇവരൊക്കെ എങ്ങനെയാ കാക്കകളായിട്ട് മാറി ഇവിടെ വരിക? ദേ കാണ്ട്. നാം മരിച്ചതിന് ശേഷം നമ്മുടെ മക്കളൊക്കെ, വരുന്ന ജന്മത്തിലെ മക്കൾ എല്ലാവരും സ്നാനം ചെയ്തെല്ലാം ഉണ്ടാക്കി വെക്കും. പായസം, ചോറ് എല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പോൾ നാം കാക്കകളായി മാറി അതെല്ലാം കഴിക്കുമോ?